നമസ്കാരം. ഇന്നത്തെ യാത്ര ബാങ്കോക്കിലേക്കാണ്. ബാങ്കോക്കിലെ ഗ്രാൻഡ് പാലസിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ടുള്ളത്. ഗ്രാൻഡ് പാലസിലേക്കുള്ള എൻട്രി ഒരു അണ്ടർഗ്രൗണ്ട് വഴിയാണ്. അണ്ടർഗ്രൗണ്ടിൽ ഒരു ലോഞ്ചൊക്കെ ഉണ്ട്. ആ ലോഞ്ചിൽ വാഷ്റൂമും ബാക്കിയുള്ള ഫെസിലിറ്റികളും ഒക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലോഞ്ചിൽ നിന്ന് മേളിലോട്ട് കയറുന്നത് കൊട്ടാര വളപ്പിൻ്റെ അകത്തേക്കാണ്. ഗ്രാൻഡ് പാലസിലേക്കുള്ള എൻട്രി 8:30 സ്റ്റാർട്ടാവും. 3:30 വരെ എൻട്രി ഉണ്ട്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഖോൻ നൃത്തം, ഇവരുടെ തനതായ മറ്റേ രാമായണത്തിൻ്റെ കഥ പറയുന്ന നൃത്തമാണ് ഖോൻ നൃത്തം. ഈ ഖോൻ നൃത്തം വെള്ളിയാഴ്ചകളിൽ 1 മണിക്കും 2:30നും 4 മണിക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ ദിവസവും 10 മണിക്കും 10:30ക്കും 1:30നും 2 മണിക്കും പാലസ് ടൂർ ഉണ്ട്. പാലസ് ടൂർ ഇംഗ്ലീഷിലുള്ള പാലസ് ടൂറാണ് ഈ സമയങ്ങളിലുള്ളത്. ഈ പാലസ് ടൂറിൽ ഗൈഡ് നമുക്ക് ഈ പാലസിൻ്റെ ചരിത്രവും അതുപോലെ ഇമ്പോർട്ടൻസും പൈതൃകവും ഒക്കെ നമുക്ക് വിശദമാക്കി തരും. ഈ പാലസ് കാണാനുള്ള ടിക്കറ്റ് ചാർജ് 500 ബാത്താണ്. അതിവിശാലമായ ഈ പാലസിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം ഒരു നടുമുറ്റത്തേക്ക് കിടക്കുന്ന പോലെയാണ്. നടുമുറ്റത്തിൻ്റെ ചുറ്റിലുള്ള ചുറ്റമ്പലം പോലെയുള്ള ഭാഗത്ത് ഉള്ള ചുമരിൽ മുഴുവനായിട്ട് മ്യൂറൽ പെയിൻറ്റിംഗ് ആണുള്ളത്. അതിൽ തായ് രാമായണത്തിൻ്റെ കഥകളാണ് വരച്ചിട്ടുള്ളത്. അത് മിക്കവാറും 3D എഫക്റ്റോടു കൂടി വരച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഗോൾഡൻ കളർ കൊണ്ട് കാർവ് ചെയ്തിട്ടുമുണ്ട്. 1782 ഗ്രാൻഡ് പാലസ് നിർമ്മിക്കപ്പെടുന്നത്. രമ ഒന്നാമൻ രാജാവിൻ്റെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. 150 വർഷത്തിലേറെ കാലം ഇതൊരു രാജകൊട്ടാരമായിരുന്നു, അല്ലെങ്കിൽ രാജവസതിയായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്നീ കൊട്ടാരം തായ്ലാൻഡിൻ്റെ പൈതൃകത്തിൻ്റെയും കലാവിരുതിൻ്റെയും ആത്മീയതയുടെയൊക്കെ ഭാഗമാണ്. അതുകൂടാതെ രാജകീയ ചടങ്ങുകൾക്ക്, ഔദ്യോഗിക ചടങ്ങുകൾക്കൊക്കെ ഈ കൊട്ടാരം ഉപയോഗിക്കുന്നുണ്ട്. കിരീടധാരണം, സംസ്ഥാന മന്ത്രിമാരുടെ എല്ലാം കൂടിക്കാഴ്ച, അത്താഴ വിരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കൊട്ടാരം ഉപയോഗിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ പാലസ് ആത്മീയമായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊട്ടാര വളപ്പിൻ്റെ ഹൃദയഭാഗത്ത് എമറാൾഡ് ബുദ്ധയുടെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപാട് വിസിറ്റേഴ്സ് അതിൽ വരുന്നുണ്ട് അത് കാഴ്ച കാണാനായിട്ട്. അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധൻ്റെ പ്രതിമ ഒറ്റക്കല്ലിൽ തീർത്തതാണ്. അതൊരു പച്ച നിറത്തിലുള്ള ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഈ കൊട്ടാരവും പരിസരവും രാജകീയമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പല നിബന്ധനകളും ഇവിടെയുണ്ട്. മുട്ടിന് താഴെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമേ അകത്ത് കയറാവൂ. അതുപോലെ തന്നെ ബുദ്ധൻ്റെ അമ്പലത്തിൻ്റെ അകത്തുനിന്നുള്ള ഫോട്ടോ എടുക്കാൻ കഴിയില്ല. അതുപോലെ പല നിബന്ധനകളും ഉണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ ഓരോ കോണും വ്യത്യസ്തമായ കാലഘട്ടത്തിൻ്റെ ഒരു 100 കഥകൾ പറയാനുണ്ടെന്ന് തോന്നും. മിക്കവാറും ഈ കെട്ടിടങ്ങളെല്ലാം അലങ്കരിച്ചിരിക്കുന്നത് സ്വർണ്ണ നിറം കൊണ്ടാണ്. അതുകൂടാതെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത് ചില്ലുകൾ കൊണ്ടും ചെറിയ ചെറിയ ചില്ല് കഷ്ണങ്ങൾ കൊണ്ടും സെറാമിക് കഷ്ണങ്ങളൊക്കെ കൊണ്ടാണ്. ഈ കൊട്ടാരത്തിൻ്റെ അകത്തുള്ള ബുദ്ധക്ഷേത്രങ്ങളിൽ സന്യാസിമാരുണ്ടെങ്കിലും അവരാരും തന്നെ ഇവിടെ താമസിക്കുന്നില്ല. സാധാരണയായിട്ട് ബുദ്ധക്ഷേത്രങ്ങളിലും പരിസരത്തുമായിട്ട് ബുദ്ധ സന്യാസിമാർ താമസിക്കാറുണ്ട്. അതുപോലത്തെ കാഴ്ചകൾ ഇവിടെയില്ല. സന്യാസിമാരുണ്ടെങ്കിൽ തന്നെ അവർ ഇവിടെ താമസിക്കുന്ന ആളുകളല്ല, ഇവിടുത്തെ അന്തേവാസികളും അല്ല. ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ ഭംഗി പോലെ തന്നെയാണ് ഇവിടെയുള്ള പ്രതിമകളുടെയും ഭംഗി. പല പല മുഖഭാവങ്ങളോടു കൂടിയാണ് ആ പ്രതിമകളെല്ലാം ഉള്ളത്. ഈ പ്രതിമകളുടെ പിന്നിലൊരു കഥയുണ്ട്. ഗ്രാൻഡ് പാലസ് നിർമ്മിക്കുന്ന സമയത്ത് ചൈനയിൽ നിന്ന് ഒരുപാട് സിൽക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിരുന്നു. സിൽക്ക് കൊണ്ടുവരുന്ന കപ്പലുകൾക്ക് ഭാരം കുറവായതുകൊണ്ട് വെള്ളത്തിൽ ഒരുപാട് പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശില്പങ്ങളെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എമറാൾഡ് ബുദ്ധ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മരതകം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. സത്യത്തിൽ ഇതിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച് നിരവധി നിഗൂഢതകളുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഈ പ്രതിമ നിർമ്മിക്കുന്നത് BC 43 ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ പാറ്റ്നയിലാണെന്നാണ് കരുതപ്പെടുന്നത്. നാഗസേന മുനിയാണ് പിന്നീട് ഇന്ത്യയിൽ നിന്ന് അത് യുദ്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ബുദ്ധപ്രതിമ തെക്ക് കിഴക്കൻ ഏഷ്യയിലുടനീളം യാത്ര ചെയ്തതായിട്ട് കരുതപ്പെടുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്നും ഈ ബുദ്ധനെ ബർമയിലെ രാജാവ് ബർമയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും കപ്പലിൻ്റെ ദിശ നഷ്ടപ്പെടുകയും അത് കംബോഡിയയിലെത്തുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീടാണ് തായ്ലൻഡിലേക്ക് എത്തുന്നത്. 1432 കംബോഡിയയിലെത്തിയെന്ന് കരുതപ്പെടുന്ന ബുദ്ധപ്രതിമ പിന്നീട് തായ്ലാൻഡിലെ ചിയാങ് റായിലാണ് കണ്ടെത്തുന്നത് ഒരു പഗോഡയിൽ ഇടിമിന്നലേൽക്കുകയും അത് തകരുകയും ചെയ്തു. ആ ഇടിമിന്നലേറ്റ് തകർന്ന പഗോഡയ്ക്കകത്ത് 1434 കാണപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് 1468 ലാനയിലെ രാജാവ് തിലോക് രാജ് ചിയാങ് മായിലെ വാട്ട് ചോഡി ലുവാങ്ങിലേക്ക് ഈ മരതക ബുദ്ധനെ കൊണ്ടുവന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പ്രദേശങ്ങൾ തമ്മിലെ സംഘടനകളും അധികാര കൈമാറ്റങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ലുവാങ് പ്രവാങ്ങിലേക്ക്, പിന്നീട് വിയറ്റ്നാമിലേക്ക് ഈ തായ്ലാൻഡിലെ ഈ ബുദ്ധനെ കൊണ്ടുപോയി. പിന്നീട് തായ്ലാൻഡിലേക്ക് എത്തുന്നത് 1778 തേൻപുരിയിലെ തക്സിൻ രാജാവ്, അതായത് ഇന്നത്തെ രമ ഒന്നാമൻ്റെ കാലത്താണ് ഇവിടെ എത്തുന്നത്.
രമ ഒന്നാമൻ വിയൻഷെയർ കീഴടക്കിയിട്ട് തായ്ലാൻഡിലേക്ക് മരതകബുദ്ധനെ കൊണ്ടുവരുന്നത്. 1784 സിയാം രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനമായിട്ട് രമ ഒന്നാമൻ ബാങ്കോക്ക് സ്ഥാപിച്ചു. അദ്ദേഹം ബാങ്കോക്ക് സ്ഥാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വാട്ട് ഫൂവിലേക്ക് ഈ മരതകബുദ്ധനെ സ്ഥാപിക്കുന്നത്. ചരിത്രം അങ്ങനെ പലതൊക്കെയാണ്. ഒരു കാര്യമേ ഉള്ളൂ, രമ ഒന്നാമനാണ് തായ്ലാൻഡിലേക്ക് മരതക ബുദ്ധനെ എത്തിച്ചത്. ഇന്ത്യയിലെ പാറ്റ്നയിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ മരതക ബുദ്ധൻ ഇന്ന് തായ്ലാൻഡ് രാജ്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ പ്രതീകമാണ്, രാജാധികാരത്തിൻ്റെ പ്രതീകമാണ്, അതുപോലെ തന്നെ ബുദ്ധമത വിശ്വാസത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത്, വേനൽക്കാലം, മഴക്കാലം, ശരത്കാലം എന്നിവ അനുസരിച്ച് തായ്ലാൻഡിൽ ക്ഷേത്രത്തിൽ ഈ ബുദ്ധൻ്റെ ഉടുപ്പുകളുടെ നിറം മാറ്റാറുണ്ട്. രമ ഒന്നാമൻ മുതൽ 11ാമൻ വരെയുള്ള കാലഘട്ടത്തിൽ ഈ രാജാക്കന്മാരെല്ലാം തന്നെ ഈ ഗ്രാൻഡ് പാലസിൽ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിനകത്തൊരു മ്യൂസിയം ഉണ്ട്. ഈ കൊട്ടാരം നിർമ്മിച്ചതിനെക്കുറിച്ചും ഈ കൗതുക വസ്തുക്കളായിട്ടുള്ള രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചും അതുപോലെ ഈ കൊട്ടാരത്തിൻ്റെ മാതൃകകളും ഒക്കെയാണ് അതിനകത്തുള്ളത്. അടുത്തതായി ചെന്നത് വാട്ട് ഫൂവിലേക്കാണ്. അതായത് ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധ എന്നറിയപ്പെടുന്ന ബാങ്കോക്കിലെ വളരെ പഴക്കം ചെന്നതും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. രമ ഒന്നാമനാണ് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഇത് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധദേവൻ്റെ 46 മീറ്റർ നീളവും 15 മീറ്റർ ഉയരവുമുള്ള ഒരു ബുദ്ധദേവൻ കിടക്കുന്ന രീതിയിലുള്ള ഒരു ബുദ്ധരൂപമാണ് പ്രധാനപ്പെട്ട ആകർഷണം. അതുപോലെ തന്നെ വാട്ട് ഫൂവിൻ്റെ മറ്റു ചില പ്രത്യേകത പറയുകയാണെങ്കിൽ, പഴയ കാലങ്ങളിൽ തായ് മെഡിസിനും തായ് മസാജും ഒക്കെ ആവിർഭവിച്ചത് ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയാണെന്നാണ് പറയപ്പെടുന്നത്. യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ ടെമ്പിൾ കോംപ്ലക്സ് 16ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നത്. ഇത് നമ്മൾ കേട്ടുകേൾവിയുള്ള തക്ഷശില പോലെ തായ്ലാൻഡിലെ ഒരു തക്ഷശിലയാണെന്ന് വേണം പറയാൻ. അവരുടെ തായ് മെഡിസിൻ, തായ് മസാജ്, ഹിസ്റ്ററി, ചരിത്രം, സാഹിത്യം ഇതൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വാട്ട് ഫൂവിനെ തായ്ലാൻഡിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് വേണം പറയാൻ. ഇപ്പോഴും ഈ തായ്ലാൻഡിലെ ഈ അമ്പലത്തിൽ തായ് മസാജ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. നാഡീ ചികിത്സയെ കുറിച്ചൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിയമൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെമ്പിൾ കോംപ്ലക്സിൽ 1000-ലും അധികം ബുദ്ധവിഗ്രഹങ്ങളുണ്ട്. അത് രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തിയിട്ടുള്ള ബുദ്ധവിഗ്രഹങ്ങളെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതാണ്. വാട്ട് ഫൂവിൻ്റെ കെട്ടിട നിർമ്മാണ രീതി പൂർണ്ണമായിട്ടും തായ് രീതിയല്ല, മറിച്ച് ചൈനീസ് രീതികളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത് പഠിക്കാനായിട്ട് കുറേ അധികം ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. അതുപോലെ ഈ അമ്പലത്തിനകത്ത് നാഡീ ചികിത്സയും തായ് മസാജും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമുക്ക് ഈ തായ് മസാജ് ഇവിടെ നിന്ന് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതുപോലെ അവരിൽ നിന്ന് ചെറിയ മസാജ് ട്രിക്സൊക്കെ പഠിക്കാനൊക്കെ ഉള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വാട്ട് ഫൂവിൽ പ്രധാനപ്പെട്ട 4 വലിയ സ്തൂപങ്ങളുണ്ട്. ഓരോന്നിനും 42 മീറ്റർ ഉയരമുണ്ട്. അത് ഇവിടുത്തെ ചാക്രിയ രാജാക്കന്മാരുടെ പ്രതീകമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, തായ്ലാൻഡുകാർ ഈ അമ്പലങ്ങൾ കാണാൻ വരുന്നത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ്. ഒരു പ്രത്യേകതരം കൊടയൊക്കെ ആയിട്ടാണ് അവർ ഈ അമ്പലം കാണാൻ വരുന്നത്. ഇത് വാട്ട് ഫൂവിൽ മാത്രമല്ല, വാട്ട് അരുണിലും അങ്ങനെ തന്നെയാണുള്ളത്. ചെറുതും വലുതുമായി അനവധി കാഴ്ചകളുള്ള ഈ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുകയാണെങ്കിൽ അത് റിക്ലൈനിങ് ബുദ്ധ തന്നെയാണ്. വലിയ ബുദ്ധൻ്റെ പ്രതിമ തന്നെയാണ്. ഇവിടെയുള്ള ബുദ്ധപ്രതിമ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ വലിപ്പം മാത്രമല്ല, വളരെ സങ്കീർണമായ ആശയങ്ങൾ ഇത് പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ 108 സ്വഭാവ സവിശേഷതകൾ ഇതിൻ്റെ പാദത്തിൽ മുത്തുകൊണ്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ വലിയ ബുദ്ധപ്രതിമ പൂർണ്ണമായിട്ടും സ്വർണം പൂശിയതുമാണ്. പിന്നെ അതുപോലെ ഈ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശില്പത്തിൻ്റെ കാലിൽ മൃഗങ്ങളുടെയും നർത്തകരുടെയും പൂക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ നാട്ടുകാർ കരുതുന്നത്. ഈ ബുദ്ധൻ്റെ പ്രതിമ ഒറ്റക്കാഴ്ചയിൽ മുഴുവനായിട്ട് കാണുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് 45 മീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ പല പല തൂണുകളുടെ ഇടയിലൂടെ വേണം ബുദ്ധൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണാൻ. കാൽപാദത്തിൽ നിന്ന് കഴിഞ്ഞാൽ തല കാണുക കഷ്ടിയാണ്. ഈ ശില്പത്തിന് വലിയ ഒരു ശില്പഭംഗി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. വളരെ നീളത്തിലും ഭീമാകാരവുമായിട്ടുള്ള സ്വർണം പൂശിയ ഒരു വിഗ്രഹം എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ ശില്പസൗന്ദര്യമുള്ള പോലെ തോന്നുന്നില്ല. കാലുകളുടെയൊക്കെ വിരലുകളുടെയൊക്കെ തന്നെ ഭംഗി അത്രത്തോളം നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ വാട്ട് ഫൂവിൽ മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ ശ്രീബുദ്ധൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും ആരും പരാതി പറയുന്നില്ല. മൊബൈൽ ഫോണിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ആരും തന്നെ തടയുന്നതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ കാണിക്കയിടുന്ന ഒരു ശീലം ഇവിടുത്തെ ആളുകൾക്കുള്ളതായിട്ട് തോന്നി.
മിക്കവാറും ആളുകളെല്ലാം തായ്ലാൻഡ് യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു റിക്ലൈനിങ് ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. ആ സ്റ്റാച്ചു യഥാർത്ഥത്തിൽ വാട്ട് ഫോവിലെ ബുദ്ധപ്രതിമയായിട്ട് സാമ്യം ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇത്രയും കാഴ്ചകളോടുകൂടി വാട്ട് ഫു ഏകദേശം കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ളത് വാട്ട് അരുണിലെ കാഴ്ചകളാണ്. വാട്ട് അരുൺ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പുലരിയുടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിരക്കാണ്. വാട്ട് അരുൺ ഇവിടുത്തുകാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കപ്പിൾ ഫോട്ടോ എടുക്കാനും അതുപോലെ വെഡ്ഡിങ് ഫോട്ടോ ആണെന്ന് കരുതുന്നു, അങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. ആണുങ്ങൾ മിക്കവാറും രാജാക്കന്മാരെ പോലെയുള്ള ഡ്രസ്സാണ് ഇട്ടുണ്ടാവുക. പെൺകുട്ടികൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സും ഒരു ഓലക്കുടയൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. വാട്ട് അരുൺ യഥാർത്ഥത്തിൽ വാട്ട് ഫുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. യാത്ര ചെയ്യാനുണ്ട്, കുറച്ച് ദൂരം വണ്ടിയിൽ യാത്ര ചെയ്താലാണ് വാട്ട് അരുണിലേക്ക് എത്തുള്ളൂ. അതുപോലെ വാട്ട് അരുൺ നിൽക്കുന്നത് ചാവോ പറായ എന്ന് പറഞ്ഞിട്ടുള്ള റിവറിൻ്റെ അരികിലായിട്ടാണ്. റോഡിലേക്ക് മുഴുവനായിട്ട് കയറാൻ കഴിയില്ല, വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 40 മീറ്റർ മേളിൽ കയറി കഴിഞ്ഞാൽ പനോരമിക് വ്യൂ, പാലസിൻ്റെയും അതുപോലെ വാട്ട് ഫുവിൻ്റെയും ഒക്കെ പനോരമിക് വ്യൂ കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഗോൾഡൻ ബുദ്ധയും ഉണ്ട്. ഈ ബുദ്ധ ടെമ്പിളിൻ്റെ അകത്തേക്ക് നമുക്ക് കിടക്കാം. അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യേണ്ടവർക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെയുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പിലായിട്ട് വലിയൊരു ബെല്ലുണ്ട്. നമുക്ക് വലിയൊരു ഗദ പോലൊരു ഇത് വെച്ചിട്ട് നമുക്ക് ആ ബെല്ലിൽ അടിക്കാം. ഭയങ്കര രസമുള്ളൊരു സൗണ്ട് വരുമായിരുന്നു. അതുപോലെ വാട്ട് അരുണിൻ്റെ ഭാഗമായിട്ടൊരു മൊണാസ്ട്രി ഉണ്ട്. കാര്യം ഞങ്ങൾ വരുന്ന സമയത്ത് ഈ മൊണാസ്ട്രിയിലെ കുട്ടികളായിട്ടുള്ള സന്യാസിമാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിമാരും ഒക്കെ ആയിട്ട് വളരെയധികം പേര് അവിടുത്തെ ക്യാൻറ്റീനിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കാണാനുണ്ടായി. ഇത്രയും കാഴ്ചകളാണ് ബാങ്കോക്കിൽ നിന്നുള്ളത്. ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്